ഞാനിന്ന് കമ്പയർ ചെയ്യാൻ പോകണം. എൻ്റെ ഈ ഒരു കമ്പാരിസൺ വീഡിയോ മാത്രമല്ല, ഇതൊരു യൂസ്ഡ് എക്സ്പീരിയൻസ് കൂടിയാണ്. കാരണം ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്മാർട്ട് വാച്ചാണ്. ഒന്ന് നമ്മുടെ ഗോബോൾട്ടിൻ്റെ ട്രക്സ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസൈൻ. ബിൽഡ് ക്വാളിറ്റിയിലേക്ക് പറയുകയാണെങ്കിൽ രണ്ടും പ്ലാസ്റ്റിക് മെയ്ഡാണ്. അതായത് രണ്ടും സെയിം പ്ലാസ്റ്റിക് മെയ്ഡാണ്. മെറ്റലോ കാര്യങ്ങളോ ഒന്നും അല്ല, അലുമിനിയോ മെറ്റലോ ഒന്നും അല്ല, രണ്ടും പ്ലാസ്റ്റിക് മെയ്ഡാണ്. സോ ഡിസൈനിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ ഒരു നമ്മുടെ ഗോബോൾട്ടിൻ്റെ ട്രക്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാരണം ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ജി ഷോക്ക് ടൈപ്പ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു മസ്കുലർ ടൈപ്പ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഭയങ്കര മെയിനായിട്ട് പറയാനുള്ള ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ കാര്യം, സ്ട്രാപ്പ് എടുത്ത് പറയുന്നത്. കാരണം ഈ ഒരു സ്ട്രാപ്പിനേക്കാളും അല്ലെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് എക്സ്ട്രീം പ്രോൻ്റെ സ്ട്രാപ്പിനേക്കാളും ഏറ്റവും കംഫർട്ടായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു സ്ട്രാപ്പാണ് നമ്മുടെ ഗോബോൾട്ടിൻ്റെ ട്രക്സിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന ടൈപ്പ് സ്ട്രാപ്പാണ് നമ്മുടെ ഗോബോൾട്ട് ട്രക്സിൻ്റെ എന്ന് പറയുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ ഞാൻ ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസ്പ്ലേ. ഡിസ്പ്ലേ ഇതിൽ വളരെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് രണ്ടിലും വന്നേക്കുന്നത്. കാരണം രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയാണ് വന്നേക്കുന്നത്. കാരണം നമ്മുടെ ഗോബോൾട്ട് ട്രക്സ് വരുന്നത് LCD ഡിസ്പ്ലേ, ബട്ട് ഇത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് വരുന്നത് AMOLED ആണ്. AMOLED എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഒരു 10 പൈസക്കുള്ളില്ല. ശരിക്കും പറയണേൽ നമുക്ക് എന്താ പറയുക, എത്ര നോക്കിയാലും ഒരു സാധനം പോരാ. റെസൊല്യൂഷനും കുറവാണ്, എന്താ പറയുക, ഒരു ക്രിസ്പിനെസ് കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര ഷാർപ്പനിങ് ആയിട്ടുള്ളൊരു നമ്മളൊരു ഫോട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിൽ ഇടുകയാണെങ്കിൽ പോലും ആ ഫോട്ടോൻ്റെ ഭംഗി മൊത്തത്തിൽ കൊണ്ടുകളയും. പക്ഷേ ആ ഒരു അവസ്ഥ ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു ഗംഭീര ഡിസ്പ്ലേ തന്നെ പറയാം. ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണോ അതേപോലെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ്. സോ ഇതിൻ്റെ ബ്ലാക്കും കാര്യങ്ങളൊക്കെ നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിരിക്കും. അറിയാലോ, AMOLED ഡിസ്പ്ലേയിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് സ്ക്രീൻ ഓഫാണ്. അപ്പം ഇത് ജസ്റ്റ് ഒരു വേസ്റ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കണം. ശരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ എടുത്തിട്ട് ഇതിന് കൊടുത്തിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൂടി കൊടുത്തേക്കുന്നുണ്ടല്ലോ, ചെറിയ സാധനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും ഒരേപോലെ കൊടുക്കില്ലല്ലോ. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫാസ്റ്റ് ട്രാക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിലേക്ക് പറയുകയാണെങ്കിൽ, ബാറ്ററി ലൈഫ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കാരണം ഇതിൽ ഭയങ്കരമായ കോമഡിയുണ്ട്. കാരണം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ യമണ്ട ബാറ്ററികൾ ഇതിൻ്റെ അകത്തിരിക്കണേ, അത്യാവശ്യം ഒരു 10 ദിവസം മിനിമം ചാർജ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി മക്കളെ. നിങ്ങൾ കോളും അതേപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ 3 ദിവസം, ജസ്റ്റ് 3 ദിവസമാണ് ഇതിന് കിട്ടുക. ഇനി അഥവാ ഓഫ് ആവുകയാണെങ്കിൽ പോലും ഒരു 6 ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഇതിന് കിട്ടില്ല. അത് ഉറപ്പായ കാര്യമാണ്. ബാറ്ററി ബാക്കപ്പിൽ വൻ തോൽവി എന്ന് പറയാം. പക്ഷേ സർപ്രൈസിംഗിലി എനിക്ക് എന്താ ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ ഒരു സാധനം ഈവൻ 2 കൊല്ലം യൂസ് ചെയ്യണേ ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ നമ്മുടെ എക്സ്ട്രീം പ്രോ. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. 17 ദിവസമായി ഞാനിത് ഫുൾ ചാർജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 17 ദിവസമായി ഞാനിത് ഈ സാധനം ചാർജ് ചെയ്തിട്ട്. ഈ സാധനം പ്ലഗിനിൽ ഇട്ടിട്ട് 17 ദിവസമായി. ഈവൻ ഇതിൽ 16% ചാർജ് ഇപ്പോഴും റിമൈനിങ് ആണ്. എക്സ്ട്രീം പ്രോയിലിൻ്റെ ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ പോലും എന്താ പറയുക, അപ് ടു 7 days സീരീസ് ഇതിൽ പോലും അപ് ടു 7 days പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ പറയാം, എനിക്ക് 20 ഡേയ്സിന് മുകളിൽ ഇത് കിട്ടുന്നുണ്ട്. ഈവൻ കോളും അതേപോലെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ട് പോലും എനിക്കിതിൽ 20 ദിവസത്തിന് മുകളിൽ എങ്ങനെ പോയാലും കിട്ടും. സെയിം മൈ ഹോണസ്റ്റ് റിവ്യൂ. ഞാൻ ഇതൊക്കെ കായ് കൊടുത്തിട്ട് മേടിച്ച് എന്താ പറയുക യൂസ് ചെയ്യണ ആളാണ്. പ്രത്യേകിച്ച് ഈ സാധനം ഏറ്റവും കൂടുതൽ ഞാൻ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. കാരണം അത്രയും കാലം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിന് ഒരു കുറവ് വന്നിട്ടില്ല. എനിക്കറിയില്ല, മേ ബി ഇതൊരു ഡിഫക്റ്റീവ് പീസാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിന് അങ്ങനത്തെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. നമുക്ക് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് ലാസ്റ്റ് ചാർജ് ചെയ്തത് എന്നുള്ള ഇതുവരെ ഇതിൽ കാണിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കും. എനിക്കറിയില്ല ഇതെന്താ സംഭവം. പക്ഷേ KVs ഇങ്ങനെ ഉണ്ടാവൂടാ. മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് മോനെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല, ഫാസ്റ്റ് ട്രാക്കിൽ മാത്രമുള്ളൂ. ഇത് ജസ്റ്റ് വേസ്റ്റ് ആട്ടാ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭയങ്കര ലൗഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിവൈസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്ത് തരുന്ന ഒരു സ്മാർട്ട് വാച്ചിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വൈബ്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കോൾ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ചെറിയൊരു റിംഗ് ടൂണും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് വാച്ചിന് കേൾക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ മച്ചാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ചങ്ങായി നല്ല രീതിയിലുള്ളൊരു സൗണ്ട്, അത് നമ്മുടെ ഫോണിൽ എത്ര നോട്ടിഫിക്കേഷൻ വന്നാൽ അതിനേക്കാൾ സൗണ്ടിൽ നമുക്കിതിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് വരും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂ ആഫ്റ്റർ യൂസിങ് ദീസ് 2 പെർട്ടിക്കുലർ ഡിവൈസ്. ഇതാണ് നമ്മളെ ഇതിൻ്റെ ബോക്സുകൾ കണ്ടല്ലോ. ഇനി പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ജസ്റ്റ് ചെക്ക് ഔട്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ മുടക്കിയിട്ട് ഈ സാധനം മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മുതലാണ്. നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, പിന്നെ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി, കുഴപ്പമില്ലാത്തൊരു റെഡ് ഡിസൈൻ കൂടിയാണ്. അപ്പോൾ അല്ല നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി വലിയ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, ചെറിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടൊന്ന് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.